അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ 22-ലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാന പത്തിലെ സുഹൃതങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവസാനത്തെ 10 എന്നുള്ളത് നമുക്കറിയാം, അത് നരകമോചനത്തിൻ്റെ 10ആണ്. അതുകൊണ്ട് തന്നെ നരകമോചനത്തിൻ്റെ പ്രാർത്ഥന നാം കൂടുതലാക്കണം. അല്ലാഹുമ്മ അഅ്തിഖ്നി മിന്നർ വഅദ്ഖിൽനി ജന്നത യാ റബ്ബൽ ആലമീൻ എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനയിൽ മറ്റുമൊക്കെ ആയിക്കൊണ്ട് ഒരുപാട് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. റമദാനിലെ അവസാന 10 കൂടുതൽ സുഹൃതങ്ങൾ ചെയ്യണമെന്ന് മഹത്തുക്കൾ നമ്മൾ പഠിപ്പിക്കുക. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ തന്നെ രേഖപ്പെടുത്തുമെന്ന് കാണാൻ സാധിക്കും. ധർമ്മം വർദ്ധിപ്പിക്കുക, ആശ്രിതർക്കും അതുപോലെ തന്നെ മറ്റുള്ളവർ കൂടുതലായിക്കൊണ്ട് ചെലവഴിക്കുക, ബന്ധുക്കൾക്കും അയൽവാസികൾക്കും ഒരുപാട് നന്മകൾ ചെയ്യുക. ഇതൊക്കെ റമദാൻ മാസത്തിൽ ശക്തിയായ സുന്നത്താണെങ്കിൽ പോലും അവസാന 10 പ്രത്യേകിച്ചും സുന്നത്തായ കാര്യമായിക്കൊണ്ട് മഹത്തുക്കൾ നമ്മൾ പഠിപ്പിക്കാം. അതുപോലെ തന്നെ ഇഅ്തികാഫ് എന്നുള്ളത് വളരെ പുണ്യമാണ്. ഈ അവസാനത്തെ 10 മുത്തനബി തങ്ങൾ അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ കൂടുതലായിക്കൊണ്ട് ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആണുങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇഅ്തികാഫ് കൂടുതലായിക്കൊണ്ട് പള്ളിയുമായിക്കൊണ്ട് ബന്ധപ്പെടേണ്ട ഒരു 10 കൂടിയാണ് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, സ്വതക്ക എന്നുള്ളത് പൊതുവെ പുണ്യമാണ്. എന്നാൽ റമദാനിൽ വിശേഷിച്ചും അവസാനത്തെ 10 പ്രത്യേകിച്ചും പുണ്യമുള്ള കാര്യമാണ് സ്വതക്ക എന്നുള്ളത്. കാരണം ദാനധർമ്മം എന്നുള്ളത് അത് നമുക്ക് വരാൻ പോകുന്ന ബലാ മുസീബത്തുകളൊക്കെ തട്ടിമാറ്റുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയാണോ നാം കൊടുക്കുന്നതെങ്കിലും അതിൻ്റെ ഇരട്ടിയായിക്കൊണ്ട് അല്ലാഹു തആല വർധനവ് നൽകുമെന്നൊക്കെ മുത്തനബി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ദാനം കൊടുത്തതിൻ്റെ പേരിൽ ഒരാളും ദരിദ്രനായിട്ടില്ല എന്ന് ഹദീസുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യാൻ ഈ അവസാനത്തെ 10 നാം വിനിയോഗിക്കണം. അല്ലാഹു തആല നരകമോചിതരിൽ നാമുമായി ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.